ഹലോ, ഇന്ന് നല്ലൊരു സ്വീറ്റ് റെസിപ്പി വീഡിയോ ആണ്. ഇതുണ്ടാക്കാൻ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് എടുക്കുള്ളൂ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നീന്ത്രപ്പഴം വെച്ചിട്ടാണ് ഞാൻ ഈ പുഡിംഗ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. ഇതിനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ടാക്കിയെടുക്കുക. എന്നിട്ട് ഒരു പാനിലോട്ട് കുറച്ച് ഗീ ഒഴിച്ച് കൊടുത്തിട്ട് അതിനെ വാട്ടിയെടുക്കുക. സാധാരണ നമ്മൾ കായ് വാട്ടിയെടുക്കുന്ന മാതിരിയാണ് ഇതിനെ വാട്ടിയെടുക്കുക. പിന്നെ ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഷുഗർ പെട്ടെന്ന് തന്നെ മെൽട്ടായി കിട്ടും. അപ്പോഴേക്ക് ഇതിൻ്റെ കളറും കുറച്ച് മാറിയിട്ട് വരും. ഇതാ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പുഡിങ്ങിലേക്ക് ചെറിയൊരു കസ്റ്റർഡ് മിക്സ് ആക്കി വെക്കുക. കുറച്ച് പാലിലോട്ട് ഇതാ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ മിക്സാക്കി വെക്കുക. ഇവിടെ ഞാൻ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതാ ഞാനിതിനെ പാലിനെ ചൂടാക്കി എടുക്കലാണ്. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുക. പാൽ ചൂടായിട്ട് വരുമ്പോൾ നേരത്തെ ആക്കി വെച്ച കസ്റ്റർഡ് മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. സെയിം കസ്റ്റർഡിൻ്റെ അതേ പ്രോസസ്സ് തന്നെ. പിന്നെ പഞ്ചസാരൻ്റെ ബദൽ നമുക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. ഇതുപോലെ തിക്കായി വന്നേ പിന്നെ ഇതിലോട്ട് നേരത്തെ ആക്കി വെച്ച കായ് വാട്ടിയത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കുക ഇങ്ങനെ. എന്നിട്ട് ഒരിക്കലും കൂടി ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ചൂടോടെ തന്നെ പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ലോണം ചൂടാറിയ പിന്നെ 3-4 മണിക്കൂറെങ്കിലും ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. ഇനി ഏതെങ്കിലും കുറച്ച് നട്ട്സ് മറ്റുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ടിതാ നേരത്തെ വാട്ടി വെച്ച പഴം കൂടി ഇട്ട് കൊടുക്കുക. അതിൽ ഇനി 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിനെ സെർവ് ആക്കാം.